യു എയിൽ 3 ദിവസം പബ്ലിക് ഹോളിഡേ ആണ്. നവംബർ 30, ഡിസംബർ 1, 2. നവംബർ 30-ാം തീയതി ഫ്ലാഗ് ഡേ ആണ്. ഡിസംബർ 1-ാം തീയതി യു എയുടെ 6 എമിറേറ്റ്സുകൾ കൂടിയിട്ടുള്ള യൂണിയൻ ഡേ ആണ് ഡിസംബർ 1-ാം തീയതി. അതുപോലെ തന്നെ ഡിസംബർ 2-ാം തീയതിയാണ് യു എയുടെ നാഷണൽ ഡേ. മായി ബന്ധപ്പെട്ട് യു എയിൽ 3 ദിവസം പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമ്മൾ ഈ അവധി ദിവസം കറങ്ങാൻ വേണ്ടി പോവാണ്. ദുബൈയിലെ ചില പ്രദേശങ്ങൾ, ചില സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. യു എയിൽ ഏറ്റവും ഈ ദുബൈയിൽ തന്നെ ദുബൈയിൽ നടക്കുന്ന ബിസിനസിന്റെ ട്രേഡിങ്ങിന്റെ ഒക്കെ ഒരു 30-40% ബിസിനസ് നടക്കുന്നത് ദുബൈയിലെ ദേറയിലാണ്. ദേറ ദുബൈ എന്ന് പറയും. ഇത് ദുബൈയിൽ പെട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇപ്പോ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഷോപ്പുകളൊക്കെ ഒരു പക്ഷെ അടവായിരിക്കും. പക്ഷെ ഞാൻ ജസ്റ്റ് അതിന്റെ സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ദേറയിലൊക്കെ ചില ഷോപ്പുകൾ ഉണ്ടല്ലോ, ഈ മൊബൈലിന്റെ യൂസ്ഡ് മൊബൈൽ, അതുപോലെ തന്നെ മൊബൈലുകള്, ലാപ്ടോപ്പുകൾ, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഈ ദേറയിൽ നടക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് ഒരു ദിവസം ദേറ ദുബൈയിൽ നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ദുബൈയുടെ തന്നെ ബിസിനസിന്റെ ഒരു 40% തന്നെ ബിസിനസ് നടക്കുന്നത് ദേറ ദുബൈയിലായിരുന്നു. അതുപോലെ തന്നെ ദേറ ദുബൈയിലുണ്ടല്ലോ ഈ ഏറ്റവും സാലറി കുറഞ്ഞ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേബേഴ്സ് കൂടുതലും നിങ്ങൾക്ക് ഇവിടെ ലേബേഴ്സ് ഒക്കെ കാണുന്നത് പാകിസ്ഥാനികളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ആഫ്രിക്കൻസ്. അപ്പോ യു എയിൽ വിസിറ്റിങ്ങിനൊക്കെ വരുന്ന ആളുകൾ, യു എയിൽ ആദ്യം കാണാനൊക്കെ ആയിട്ട് വരുന്ന ആളുകള് വർക്കിംഗ് ഡേയില് ദേറ ദുബൈ അതിന്റെ വർക്കിംഗ് ഡേയില് നമ്മൾ വിസിറ്റ് ചെയ്യണം. എന്നാല് ശരിക്കും അതിന്റെ ഒരു പൾസ് മനസ്സിലാവും. ജനങ്ങൾ ആകെ തിരക്കും, സാധനങ്ങൾ, ലഗേജുകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും, അങ്ങനെ ഒരുപാട് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ദേറ ദുബൈ എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ആ ഭാഗത്തേക്കാണ് പോകുന്നത് മെട്രോയിലും ബസ്സിലൊന്നും അല്ല, സൈക്കിളിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ചില ദേറ ദുബൈയുടെ ചില ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെറ്റായി സൈക്കിളിലാണ് പോണത്. ദേറയില് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര ട്രാഫിക് ജാം ഒക്കെ ആണ് ദേറ ഭാഗത്ത്. ഒരുപാട് സിഗ്നലുകളുണ്ട്. അപ്പോൾ ബസ്സില് കാറിലൊക്കെ യാത്ര ചെയ്യുന്നേക്കാൾ നല്ല ഏറ്റവും ബെറ്റർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഈ നാഷണൽ ഡേ പ്രമാണിച്ച് ഭയങ്കര തിരക്കായിരിക്കും. ഒരുവിധം കമ്പനീസിനൊക്കെ ലീവാണ്. ആളുകൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരുന്നതും, അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ, അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര വിസിറ്റേഴ്സിന്റെ ഭയങ്കര തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാണ് സൈക്കിൾമേ. ഓക്കെ, ഇത് ദേറ മുത്തീന പാർക്ക് എന്ന് പറയും കേട്ടോ. ദേറ മുത്തീന പാർക്ക് എന്ന് പറയും. ആ പാർക്കല്ല, ആളുകൾ ഇങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ ജോഗിങ്ങിനും സൈക്ലിങ്ങിനും അതുപോലെ തന്നെ നടക്കാനൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വരാറുണ്ട്. ദേറ മുത്തീന പാർക്ക് എന്ന് പറയും. നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് പേരില്ലേ, ഞായറാഴ്ച ശനി ഞായറിലൊക്കെ ഈ ഒരു കാഴ്ച കാണാം. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആളുകള് സൈഡില് പുല്ലിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സൊറ പറഞ്ഞിരിക്കുന്ന കണ്ട.
ഇത് ദേറ ദുബൈയിലുള്ള മുത്തീനയിലുള്ള ദേറയിലെ മുത്തീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത്. ആ മുത്തീനയിലെ വലിയൊരു നെസ്റ്റോ ആണത്, നെസ്റ്റോ മോള്, ബുർജ് മോൾ എന്ന് പറഞ്ഞതിന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ദേറയിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയായിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടില്ല. എപ്പോഴും ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. എപ്പോഴും പെയ്ഡ് ആണെങ്കിൽ പോലും പാർക്കിംഗ് കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ കാണാനൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ മെട്രോയിൽ വരികയായിരിക്കും ബെസ്റ്റ്. മെട്രോയിൽ വന്നിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുക ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഫ്രീ ഉള്ള സമയത്ത്. നല്ലൊരു എക്സ്പീരിയൻസാണ്. ഒരുപാട് ലാബേഴ്സ്, ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഷോപ്പുകളൊക്കെ അടവാണ്. നാഷണൽ ഡേ പറഞ്ഞല്ലോ, നാഷണൽ ഡേയുടെ ഒരുവിധം ഷോപ്പുകളൊക്കെ അടവാ. അതുകൊണ്ടാണ് ഇത്ര ഒരു റഷ് ഫീൽ ചെയ്യാത്തത്. രണ്ട് സൈഡിനും ഒരുപാട് ഷോപ്പുകൾ കാണുന്നുണ്ടല്ലോ. ചില ഷോപ്പുകളൊക്കെ കണ്ടാലുണ്ടല്ലോ, വർക്കിംഗ് ഡേയിൽ കണ്ടു കഴിഞ്ഞാലും ഈച്ചനായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഒരു ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ഒരുപാട് ഷോപ്പുകൾ കാണാം. പക്ഷെ അവിടെയൊക്കെ ലക്ഷങ്ങളാണ് ബിസിനസ് നടക്കുന്നത് ഒരു മാസം. സാധനങ്ങൾ ഇവിടെ വരുന്നു, അത് ഇവിടുന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക. ആഫ്രിക്ക, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് സാധനങ്ങൾ കയറ്റി പോകുന്നുണ്ട്. വേണ്ടില്ല, ഒരു പാകിസ്ഥാനി ഇങ്ങനത്തെ ഒരുപാട് ലേബർ ജോബുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പാകിസ്ഥാനികൾ. ഇവിടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു തൂണുണ്ടല്ലോ, ഇത് ക്യാമറയാണ് കേട്ടാ. ട്രാഫിക് വയലേഷനൊക്കെ പിടിക്കുന്ന ക്യാമറയാണിത്. ഇവിടെ ദുബായില്, യു എയില് മൊത്തത്തില് അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും ക്യാമറകളുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈവർ പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സംഖ്യ ഫൈനായിട്ട് തന്നെ വരാറുണ്ട്, ശ്രദ്ധിച്ചു ഓടിക്കാത്ത ആൾക്കാർക്ക് കിട്ടാം. ദേറ നൈഫിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്, ദേറ മുത്തീനയിലായിരുന്നു. നമ്മൾ നൈഫിലേക്ക് എത്തി. ഇതൊക്കെ ഇതേപോലത്തെ സ്ട്രീറ്റുകളാണ്. വാടകക്ക് റെന്റിന് എടുക്കുന്ന സൈക്കിളുകളാണ് ഈ വെച്ചിട്ടുള്ളത്. ഈ സ്കൂട്ടർ 1 മണിക്കൂറിന് 20 റംസെട്ടാണ്. ആ കാണുന്നത് മെട്രോ സ്റ്റേഷൻ ആട്ടാ, അണ്ടർഗ്രൗണ്ട് ആണ്. നമുക്ക് കാണുന്നത് യൂണിയൻ മെട്രോ സ്റ്റേഷനാണ്. അത് അണ്ടർഗ്രൗണ്ടാ ഫുള്ള്. ഇത് കാണുന്നത് മറ്റൊരു പാർക്കാണ്.
ദേറയിൽ തന്നെയുള്ള യു എയിലത്തെ ഒരു പ്രത്യേകത, യു എ മാത്രമല്ല എനിക്ക് തോന്നുന്നത് GCCയിലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഒരു പാർക്കുകൾ ഒരുപാടുണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, അപ്പോൾ നടക്കാനും ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നിട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. യു എയിലൊക്കെ ഒരുപാട് പാർക്കുകളുണ്ട്. നമുക്ക് താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പാർക്കുകളൊക്കെ കിട്ടും. അപ്പോൾ പോയിട്ട് ജോഗ് ചെയ്യാനും ഒരുപാട് എല്ലാ സാഹചര്യങ്ങളുണ്ട് എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും താല്പര്യമുള്ളവരെ ചെയ്യുള്ളൂ എന്നുള്ള വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ പാർക്കിലൊക്കെ പോയിട്ട് എക്സസൈസും ജോഗിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ദുബൈയിലെ ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ വന്ന സമയത്തൊക്കെ ഒരു 2007 സമയത്തൊക്കെ യു എയിൽ ബൈക്കുകൾ വളരെ കുറവായിരുന്നു. അതിനുശേഷം ഇപ്പം അടുത്താണ് ഈ ഡെലിവറി കമ്പനികൾ തലബാത്ത്, കരീം, നൂണ്, കീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെലിവറി കമ്പനികളൊക്കെ ഇപ്പം അടുത്താണ്, ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ബൈക്കുകൾ ഇപ്പോൾ റോഡിൽ കാണാൻ പറ്റും നമുക്ക്. അവിടെ കാണുന്നുണ്ടല്ലോ, നേരെ കാണുന്നത് ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കാണുന്നില്ലേ, റാനികളുടെ ഷോപ്പാണത്. ചെറിയ പൈസക്കൊക്കെ നമുക്ക് സാധനങ്ങൾ ഒരുപാട് കിട്ടും അവിടെ. ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, എന്നാലും വീട്ടിലേക്കൊക്കെ ഉള്ള ഡെക്കറേഷൻ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ട്. അതുപോലത്തെ ഒരുപാട് ഡിസ്കൗണ്ട് സെന്ററുകൾ ഉണ്ട് കേട്ടോ ദേറയിൽ. നമ്മള് ദേറ ദുബൈയുടെ സ്ട്രീറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ദേറയുടെ ലാസ്റ്റ് ഭാഗത്തുള്ളത്, ദേറ ദുബൈയുടെ ലാസ്റ്റ് ഭാഗത്ത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, അബ്ര എന്ന് പറയും. അബ്ര എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അറബിക് വാക്കാണ്. അബ്ര എന്ന് പറഞ്ഞാൽ ദേറ ദുബൈയുടെയും അതുപോലെ തന്നെ ദുബൈയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമായിട്ടുള്ള ബർദുബൈയുടെ ഇടക്കുള്ള കടലിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ കടലല്ല, അത് കടലിങ്ങനെ ഉൾക്കടൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ദുബൈയുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഹെറിറ്റേജ് ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അബ്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക് കടക്കാനുള്ള ബോട്ടിനാണ് അബ്ര എന്ന് പറയുക. അതൊരു അറബിക്ക് വാക്കാണ്. അബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന തന്നെയാണ് അബ്ര എന്ന് പറയാം അറബിക്കില്. ഓക്കെ, അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത്. കാണിച്ചു തരാം. ഇവിടെ ബോട്ടുകൾ അങ്ങനെ വരിക്ക് വന്നിട്ടും പോയിട്ടും ഉള്ളത്. തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഒരുപാട് പക്ഷികളെ
പക്ഷികളും ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. നമ്മൾ ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇത് സ്ഥലങ്ങൾ കാണാനായിട്ട് പോകുന്ന ബോട്ടാണ്. ഇതിന് കുറച്ച് ക്യാഷ് കൂടും. ഇത് 1 മണിക്കൂറത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സെറ്റ് ചെയ്യുന്ന ബോട്ടുകളാണ്. പക്ഷെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ട് വേറെ തന്നെയാണ്. ഇതിന് ഈ ബോട്ടുകൾ ഉണ്ടല്ലോ, അതാണ് അബ്ര എന്ന് പറയുന്ന ബോട്ട് കേട്ടോ. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട് ഈ ദേറാദുബൈയിൽ നിന്ന് ബർദുബൈയിലേക്കും അതുപോലെ തന്നെ ബർദുബൈയിൽ നിന്ന് ദേറാദുബൈയിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടുകളാണത്. ഈ ബോട്ടിനാണ് 1 ദിറംസ് ഉള്ളത്. ഇത് നല്ലൊരു അടിപൊളി സംഭവമാണത്. ഇവിടെ സ്ഥലം കാണാനും വിസിറ്റിൽ വരുന്ന ആളുകൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ കാണാത്ത ആളുകളൊക്കെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണത്. അതുപോലെ തന്നെ ഇതിനകത്ത് 1 പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം. 1 ദിറംസല്ലേ ഉള്ളൂ. സംഭവം ഒരു 3 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ദേറാദുബൈയിൽ നിന്ന് ബർദുബൈയിലേക്ക്. ഇതിപ്പോ ആളുകൾ കേറുന്ന ഏരിയ ആണിത്. 1 ദിറംസ് കൊടുക്കുന്നതൊക്കെ നമ്മളവിടെ ബോട്ടിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിയുടെ കയ്യിലാണ് 1 ദിറംസ് കൊടുക്കുക. പ്രത്യേകിച്ച് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നേരം പോക്കാണ്. അപ്പുറത്തെ സൈഡ് കാണുന്നതാണ് ബർദുബൈ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല,
ആളുകള് പക്ഷികൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര പക്ഷികൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്. അതല്ലേ ഇവര് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷികൾക്കുള്ള. ഇപ്പൊ യുഎഇയില് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പൊ തണുപ്പായി തുടങ്ങി, ചൂടൊക്കെ മാറിയിട്ട് തണുപ്പായി തുടങ്ങി. അതുകൊണ്ട് കൂടെ ആളുകൾ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇപ്പൊ ടൂറിസ്റ്റുകളൊക്കെ കൂടുതൽ വരുന്നൊരു സമയമാണ്. ഇപ്പൊ ഒക്ടോബറിന് ശേഷമാണ് ഇവിടെ ക്ലൈമറ്റ് മാറുന്നത്. ചൂട് മാറിയിട്ട് തണുപ്പിലേക്ക് മാറുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്താണ്. അതുകൊണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ബ്രിഡ്ജിലേക്കാണ്. അത് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ വെള്ളത്തിൽ കൂടെ ദേറയിൽ നിന്ന് ബർദുബയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ കൂടെ അല്ലാതെ ബ്രിഡ്ജ് വഴി പോകുന്ന ഒരു ബ്രിഡ്ജാണ് കാണുന്നത്, ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ മേലെ കയറിയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കുറച്ചങ്ങ് പോകാനുണ്ട്. അപ്പോൾ ആ കാണുന്ന ബ്രിഡ്ജിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ ഈ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് അപ്പം നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കയറാനായിട്ടൊരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് വഴി കയറിയിട്ട് വേണം ബ്രിഡ്ജുമ്പോൾ കയറാൻ. അപ്പോൾ വണ്ടികൾക്കൊക്കെ പോകാൻ വേറെ വഴിയാണ്. നമ്മൾ സൈക്കിള് കാൽനട യാത്രക്കാർക്കൊക്കെ ബ്രിഡ്ജിന്റെ മുകളിൽ കയറാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിന്റെ അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നത്. നമ്മളെ ബ്രിഡ്ജിന്റെ താഴെ ഉള്ളത്. ഇതാണ് ലിഫ്റ്റ്. ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോവാം.
നമ്മൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലെത്തി. UAE ഫ്ലാഗ് കണ്ടല്ലോ, UAE നാഷണൽ ഡേ പ്രമാണിച്ചുകൊണ്ടുള്ള ഫ്ലാഗ് ആണോ നമ്മൾ ഈ കാണുന്നതൊക്കെ ഉണ്ടോ. ഈ ബ്രിഡ്ജിന്റെ ഒരു സൈഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നു. കാൽനട യാത്രക്കാർക്കും സൈക്കിള്, ഈ സ്കൂട്ടറൊക്കെ ഉള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു ചെറിയൊരു പാസേജ് ആണത്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് കാണുന്ന വ്യൂ ആണത്. ഒരു ലക്ഷറി ബോട്ട് പോകുന്നുണ്ടല്ലോ താഴെ കൂടെ. അതൊക്കെ നല്ല അത്യാവശ്യം ക്യാഷ് ഉണ്ടാവും ഇതിന് ബുക്ക് ചെയ്ത് പോവാനൊക്കെ ആയിട്ട്. ഇപ്പോ ഈ കാണുന്ന ഈ സൈഡ് ദേറാ ദുബായ്, റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് ബർദുബായ്, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളെ കൂട്ടി അണക്കുന്ന ഒരു വാട്ടർ പാസേജ് എന്നൊക്കെ പറയാം. ഉൾക്കടല്. നമ്മള് ബ്രിഡ്ജിന്റെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. അടുത്ത ലിഫ്റ്റ് എത്തി. ഇപ്പോ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങി ബർദുബായ് സൈഡിലേക്ക് എത്തി. നേരത്തെ കണ്ടില്ലേ, ഇതിന്റെ അബ്രയുടെ ബർദുബായ് സൈഡിലേക്ക് പോവാണ്. ഇത് ബർദുബായ് സൈഡാണ് കേട്ടോ. ഈ ബർദുബായ് ഈ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കംപ്ലീറ്റ് ചെറിയ പഴയ മോഡല് വില്ലകൾ ഉണ്ടല്ലോ, ഇത് മ്യൂസിയം ആണ്.